തട്ടുകടയിൽ വൈകിട്ട് ഭക്ഷണത്തിന് പോകുന്ന സാധാരണക്കാരായ ആളുകൾ, അല്പം പഴക്കമുള്ളതാണ്, ഏറ്റവും കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്ത് കഴിക്കുന്ന ഒന്ന് ഓംലെറ്റ് കഴിക്കും. അതിൽ തന്നെ ചിലപ്പോൾ പറയും ഡബിൾ എടുക്കാൻ പറയും. ത്രിബിൾ പറഞ്ഞ് കേട്ടിട്ടില്ല. 2 അർത്ഥസമ്പൂർണമായ പ്രസംഗങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിനോട് ചേർത്ത് വെക്കുവാനായി ഒരല്പം മാത്രം പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അഭിമന്യ തീത്തോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ 10 വർഷം പിന്നിടുന്ന കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം ഈ കൊല്ലം ചെങ്കോട്ട ഹൈവേയുടെ ഇരുവശങ്ങളെയും ചേർത്ത് നിർത്തി സഭയ്ക്ക് ഒരു വലിയ മാതൃക ഭദ്രാസനമായി, വ്യത്യസ്തമായ ശുശ്രൂഷകളുടെ എല്ലാം ഒരു കേന്ദ്രമായി ഇത് ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും തിരുമേനിക്കും സർവ്വ മംഗളങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു. എനിക്ക് നിങ്ങളുടെ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനുള്ള വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. സെൻറ്റ് ജോൺ ചാപ്റ്റർ 1 വേഴ്സസ് ബിഗിനിങ് ഫ്രം 35. അതിലെ 2-3 വാക്യങ്ങൾ മാത്രം വായിക്കുന്നു. 37, 38. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ടു, യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ, റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. 41-ാം വാക്യം. അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മെസ്സിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. എൻ ഹൃദയമീതാ മന്നവനേശുവേ, നിന്നാവിയാൽ നിറയ്ക്ക, നിൻ സേവയ്ക്കായി സേവിച്ചിടും നിന്നെ ഞാൻ. എന്നേശുവേ സേവിച്ചിടും നിന്നെ ഞാൻ. ദൈവമായ കർത്താവേ, ഞങ്ങളെ ഇത്രമാത്രം നീ സ്നേഹിക്കുന്നതോർത്ത് നന്ദിയോട് സ്തോത്രം. ആ സ്നേഹത്തിൻ്റെ ഫലമായി അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ സേവ ചെയ്യുവാൻ നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നതോർത്ത് നന്ദിയോട് സ്തോത്രം. ശിഷ്യന്മാരെ വിളിച്ച ദൈവമേ, ഈ 66-ാമത് കൊട്ടാരക്കര കൺവെൻഷനിൽ അവിടുത്തെ വലിയ പ്രേക്ഷിത ദൗത്യത്തിനായിട്ട് നീ ഞങ്ങളെ വിളിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് നൽകണമേ. രൂപാന്തരത്തിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ ഒരു ചെരുപ്പ് കടയിൽ പോയി. ചെരുപ്പ് കടയിൽ ചെന്ന് ചെരുപ്പ് അന്വേഷിച്ചതിൻ്റെ ഇടയിൽ അവിടെ നിൽക്കുന്ന 18 വയസ്സുള്ള ജോലിക്കാരനെ പരിചയപ്പെട്ടു. അത് തൻ്റെ പള്ളിയിലെ അംഗമാണ്, തൻ്റെ സൺഡേ സ്കൂളിലെ അംഗമാണ്. സൺഡേ സ്കൂൾ അധ്യാപകൻ ചെരുപ്പ് വാങ്ങുന്നതിനിടയിൽ ആ യുവാവിനെ നോക്കി പറഞ്ഞു, നിന്നെ ഇപ്പോൾ പള്ളിയിൽ കാണുന്നില്ലല്ലോ, സൺഡേ സ്കൂളിലും ഇപ്പോൾ വരുന്നില്ലല്ലോ, അടുത്ത ആഴ്ച മുതൽ നീ സൺഡേ സ്കൂളിനും പള്ളി ആരാധനയിലും വന്ന് സംബന്ധിക്കണം എന്ന് പറഞ്ഞു. അവൻ അടുത്ത ആഴ്ച മുതൽ സൺഡേ സ്കൂളിന് പോയി തുടങ്ങി. ചെന്നപ്പോൾ അവൻ്റെ കയ്യിൽ ബൈബിളില്ല. റഫറൻസ് പറഞ്ഞപ്പോൾ എടുത്തു വായിക്കുവാൻ അറിയത്തില്ലായിരുന്നു. സൺഡേ സ്കൂൾ ടീച്ചർ തൻ്റെ സ്വന്തം വേദപുസ്തകം അവന് നൽകി അവനെ കൊണ്ട് വചനഭാഗം വായിച്ചു. ആ സൺഡേ സ്കൂൾ അധ്യാപകൻ്റെ പേര് എഡ്വേർഡ് കിംബൽ എന്നാണ്. ആ സൺഡേ സ്കൂൾ പഠിക്കാനായി അവരുടെ മുമ്പിൽ ഇരുന്ന 18 വയസ്സുകാരൻ D.L. മൂഡി എന്ന വിശ്വപ്രസിദ്ധനായി തീർന്ന മിഷണറി 100 മില്യൺ ആളുകളോട് ദൈവവചനം ലജ്ജ കൂടാതെ സംസാരിച്ച് ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന
വലിയ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങിയ DL മൂഡി. അദ്ദേഹം പിന്നീട് FB മേയറെ സ്വാധീനിച്ചു. FB മേയർ വിൽബർ ചാമ്പാൻ എന്ന ആളിനെ സ്വാധീനിച്ചു. അദ്ദേഹം മൊർദെഖായി ഹാം എന്നയാളിനെ സ്വാധീനിച്ചു. മൊർദെഖായി ഹാം വിശ്വവിഖ്യാതനായ 100 കോടിയിലധികം ആളുകളോട്, 21 കോടിയിലധികം ആളുകളോട്, ഏറെ രാജ്യങ്ങൾ ഭൂഖണ്ഡങ്ങൾ സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ച ബില്ലി ഗ്രഹാമിനെ സ്വാധീനിച്ചു. ഞാനിത് പറഞ്ഞത് ഈ നാട്ടിലെ സംഭവങ്ങളൊന്നുമല്ല. പൊതുവെ ഇപ്പോൾ എന്നെക്കുറിച്ചൊരു ക്രിറ്റിസിസം ഉള്ളത് വെറും തനി നാടൻ ഉദാഹരണങ്ങളാണ് പറയുന്നത്. അത് കൂടുതലും കോന്നി ഗ്രാമപ്രദേശത്തിലെയാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളത് പറയണമെന്ന് അച്ഛന്മാർ എന്നെ ഉപദേശിച്ചത് കൊണ്ട് അമേരിക്ക ബോസ്റ്റൺ ആസ്ഥാനമാക്കിയുള്ള ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു DL മൂഡിയാകാനോ ബില്ലിഗ്രഹമാകാനോ സാധ്യമല്ല എങ്കിലും ചിലരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ, സ്വാധീനിക്കുവാൻ കഴിയുന്ന എഡ്വേർഡ് കിംബലിനെ പോലെ ചില സഹായിയായി, ഗൈഡായി, മാർഗദർശിയായി തീരാൻ സാധ്യതയുള്ള ആളുകളാണ്. ഇന്നത്തെ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ തിരുമേനി അടിവരയിട്ട് ഓർപ്പിച്ചത് ദൈവവചനത്തെ ഗൗരവമായി കാണുക, ദൈവവചനം നമ്മെ വായിക്കാനായി വിട്ടുകൊടുക്കുക, ആ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച് ഈ ലോകത്തിൽ നന്മ ചെയ്യുന്ന വലിയ പ്രവർത്തകരായി, പ്രേക്ഷിതരായി തീരുവാനുള്ള വെല്ലുവിളി അഭിമന്യ തിരുമേനി ഉയർത്തി. ഇന്ന് വായിച്ച വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളാണെന്ന് പറഞ്ഞു. ആ ഭാഗങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിലും എളുപ്പത്തിൽ പറയുകയാണ്. യോഹന്നാൻ സ്നാപകൻ മാനസാന്തരത്തിൻ്റെ സ്നാനം കഴിപ്പിച്ച് അനേകരെ തൻ്റെ ശിഷ്യരായിട്ട് ചേർത്ത് നിർത്തുന്നു. തൻ്റെ ശിഷ്യന്മാരിൽ ശ്രദ്ധേയനായ അന്ത്രയോസിനോടൊപ്പം ഒരാളും ചേർന്ന് നിൽക്കുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് കേട്ട അന്ത്രയോസ് ചോദിക്കുന്ന ചോദ്യമാണ് പിന്നാലെ വന്ന് ചോദിക്കുന്നു. പിന്നാലെ വരുന്നത് കണ്ട് യേശുക്കാണ്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അപ്പോൾ ചോദിക്കുന്നു, റബി, എവിടെയാണ് ഗുരു? ഇവിടെ പാർക്കുന്നു. യേശുവിൻ്റെ ഉത്തരം, വന്ന് കാൺമീൻ, കം ആൻഡ് സീ. ഒരുപാട് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അന്ത്രയോസ് എന്ന അത്ര ശ്രദ്ധേയനല്ലാത്ത ഒരു ശിഷ്യനെക്കുറിച്ച് ചില ആമുഖ ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായി ആഗ്രഹിക്കുകയാണ്. അന്ത്രയോസാണ് ആദ്യം വിളിക്കപ്പെട്ട ശിഷ്യനായി യോഹന്നാൻ സ്നാപകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ ശിഷ്യന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ യോഹന്നാൻ്റെ ശിഷ്യനായി യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുവിൻ്റെ പിന്നാലെ പോയി യേശുവിനെ അനുഗമിച്ചയാളാണ് അന്ത്രയോസ്, പിന്നീട് സഹോദരൻ പത്രോസ്. എന്നാൽ സമവീക്ഷണ സുവിശേഷങ്ങളിലെല്ലാം യേശു തന്നെ മീൻപിടുത്തക്കാരായ അധ്വാനിക്കുന്ന ആളുകളെ കം ആൻഡ് ഫോളോ മീ, എൻ്റെ പിന്നാലെ വരിക എന്ന് നേരിട്ട് വിളിക്കുന്നതായി കാണുന്നു. അപ്പോൾ ആദ്യ ഗുരുവായ യോഹന്നാൻ സ്നാപകൻ്റെ വാക്കുകേട്ട്, സാക്ഷ്യം കേട്ട് അതിശ്രേഷ്ഠ ഗുരുവായ യേശുവിൻ്റെ ശിഷ്യനായി തീർന്ന അന്ത്രയോസ് എന്ന ശിഷ്യനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആദ്യമായി വിളിക്കപ്പെട്ടവനെന്നുള്ള രീതിയിൽ ഗ്രീക്കിൽ പറയുന്നത് പ്രോട്ടോക്ലീറ്റോസ് എന്നാണ്. കട്ടിയായിട്ടുള്ള 1-2 വാക്കിടയ്ക്ക് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രോട്ടോക്ലീറ്റോ, ആദ്യം വിളിക്കപ്പെട്ടത്. ആദ്യം വിളിക്കപ്പെട്ടവനെങ്കിലും ശിഷ്യന്മാരുടെ ലിസ്റ്റ് പറയുമ്പോൾ 1-ാമത്തെ പേരുകാരനായിട്ട് അന്ത്രയോസ് ഇല്ല. ഇനി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ത്രിമൂർത്തികളുടെ കൂട്ടത്തിലും ഈ അന്ത്രയോസ് ഇല്ല. പിന്നീട് ഒലിവ് മലയിൽ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തു കാൽവറിയിലേക്ക് ക്രൂശിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ അവർ പറയുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, പിന്നെ പറയുന്ന പേരാണ് അന്ത്രയോസ്. പിന്നെ കുരിശിലേക്ക് നടന്നു പോകുമ്പോൾ ഒലിവ് മലയരികിൽ അന്ത്രയോസിനെ നമ്മൾ കാണും. നിശബ്ദനായി സുവിശേഷം അറിയിച്ച ആളാണ് ഈ അന്ത്രയോസ്. വാചാലനല്ല, വാഗ്മിയല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ നിശബ്ദ സാന്നിധ്യം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട്
ചില വ്യക്തികൾ, ചില കൂട്ടങ്ങൾ ഈ യേശുവിൻ്റെ അടുക്കലേക്ക് വരികയും സുവിശേഷം വ്യാപിക്കുകയും ചെയ്യുന്നതായി നമ്മൾ കാണും. ഫ്രാൻസിസ് അസീസി സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം: എപ്പോഴും സുവിശേഷം പ്രഘോഷിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. പ്രൊക്ലെയിം ക്രൈസ്റ്റ് ഓൾവേസ്, വെൻ നെസസറി യൂസ് വേർഡ്സ്. നിശബ്ദ സാന്നിധ്യം കൊണ്ട്, നിശബ്ദ സ്വാധീനം കൊണ്ട് ദൈവസന്നിധിയിൽ ശിഷ്യന്മാരെ ചേർത്ത് നിർത്തിയ, വിശ്വാസത്തെ പരിപോഷിപ്പിച്ച, സഭ ഏൽപ്പിച്ച, ക്രിസ്തു ഏൽപ്പിച്ച ദൗത്യം, ആ പ്രേക്ഷിത വേലയിൽ ഏറ്റവും അഗ്രഗണ്യനായിട്ട് നിൽക്കുന്ന ആളായി അന്ത്രയോസിനെ നമ്മൾ കാണും. 2-3-4 പോയിന്റുകളുണ്ട്. അത് പോയിന്റ് എന്ന് പറയാനില്ല, പേരിന് മാത്രമേ ഉള്ളൂ. കൊച്ചു കൊച്ചു പോയിന്റുകളാണ്. ചിലപ്പോൾ ഞാൻ തന്നെ പോയിന്റ് മറന്നു പോകും. അതുകൊണ്ട് ഞാൻ ചില വാക്കുകൾ ആദ്യം പറയുകയാണ്, കുറിച്ച് വെക്കുക, പിന്നെ ഉറങ്ങിയാലും നമുക്കൊരു ധൈര്യം കിട്ടുമല്ലോ. 1, സ്വാധീനം. 2, സഹവാസം. 3, സവിധം അല്ലെങ്കിൽ സവിതേ. 4, സജീവം. 4 വാക്ക് ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ മെമ്മറി നമുക്ക് വലിയ പ്രയാസമാണ്. ഈ മൊബൈൽ വന്നിട്ടുള്ളത് കൊണ്ട് സ്വയമായിട്ട് ഓർക്കേണ്ട ആവശ്യം ഇല്ല. ഫോണിനോട് സംസാരിച്ചാൽ ഇങ്ങോട്ട് പോയിന്റ് പറയും. 4 ചെറിയ വാക്കുകളിലൂടെ ചിന്തകൾ പങ്കുവയ്ക്കുവാനായി ആഗ്രഹിക്കുകയാണ്. സ്വാധീനം. 2, സഹവാസം. 3, സവിധം. 4, സജീവം. എങ്ങനെ ഈ അന്ത്രയോസ് സ്വാധീനിക്കപ്പെട്ടു? എങ്ങനെ അന്ത്രയോസ് യേശുവിൻ്റെ ഒരു പ്രഥമ ശിഷ്യനായി, ആദ്യം വിളിക്കപ്പെട്ടവനായി തീർന്നു? അത് നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെയുണ്ട്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഈ പോകുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞു. അപ്പോഴതിൻ്റെ തുടർ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അന്ത്രയോസ് അന്വേഷിച്ചു പോയി യേശുവിനോടൊപ്പം താമസിക്കുന്നു, തിരികെ വരികയും പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന കാര്യം ആ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഇന്ന് നമ്മൾ ഇങ്ങനെ ആയി? കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ ഒരു കവിതയുടെ ഭാഗം ഉണ്ട്, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. എൻ്റെ താഴെമേലുള്ള ഭാഗമൊന്നും പറയുന്നില്ല. നമ്മളോട് ദൈവം ചോദിക്കുകയാണ്. കൊട്ടാരക്കര കൺവെൻഷനിൽ ഇന്ന് ഇരുന്ന് കേൾക്കുന്ന, വചനം സംസാരിക്കുന്ന എന്നോടും ദൈവം ചോദിക്കുകയാണ്, സൈമൺ, നീ എങ്ങനെ നീയായി തീർന്നു? ഞാനായി ഇവിടെ നിൽക്കുന്നതിന് മുമ്പിൽ പല ആളുകൾ അതിൻ്റെ പിന്നിൽ ഉണ്ട്. എല്ലാ കാര്യങ്ങളും പറയുവാനായിട്ട് സമയം ഇല്ല. നമ്മളൊക്കെ ദൈവഭാഗത്തേക്കും ദൈവസന്നിധിയിലും ശുശ്രൂഷയ്ക്കായും സുവിശേഷ വേലയ്ക്കായും മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഒരുക്കപ്പെട്ടതിൻ്റെ പിന്നിൽ കൊട്ടാരക്കര കൺവെൻഷന് അതുല്യമായ ഒരു സ്ഥാനമുണ്ട് എന്ന് ഞാൻ അങ്ങേയറ്റം വിശ്വസിക്കുന്നു. സുവിശേഷ പ്രഘോഷണം നടക്കുന്ന കൺവെൻഷൻ വേദികളിലാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആര് പോകും? സമർപ്പിതരാകുമോ? അതിൻ്റെ സമാപന യോഗത്തിൽ എൻ്റെ ചെറുപ്പകാലത്ത് ജീവനുണ്ടെങ്കിൽ പോകത്തില്ല, കാരണം അന്നേരം എഴുന്നേറ്റ് സമർപ്പിക്കേണ്ടി വരും. അതിന് മുമ്പുള്ള യോഗങ്ങളിൽ പോകുന്നതാണ് ഏറ്റവും സന്തോഷം. ഇപ്പോൾ അതെല്ലാം മാറി. സമാപനത്തിലല്ല, ആദ്യ യോഗത്തിൽ വെച്ച് തന്നെ സമർപ്പണം ഉള്ളതുകൊണ്ട് സമാപനമൊന്നും ആദ്യമൊന്നും മദ്യമൊന്നും ഉള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ല. അലക്സാണ്ടർ തിരുമേനിയുടെ മാരാമൺ കൺവെൻഷനിലെ സമാപന വാക്കുകൾ ചോദിക്കുന്നത്, ആരാണ് സീഹോറായിക്കിനിയും പോകുന്നത്? ആര് ടിബറ്റിലേക്ക് പോകും? ആര് സത്തനായിലേക്ക് പോകും? നോർത്ത് ഇന്ത്യയിലേക്ക് സുവിശേഷ വേലയ്ക്ക് ആര് പോകുമെന്ന് ചോദിച്ചാണ് സ്തുതിപ്പിൻ പാട്ടിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഈ അന്ത്രയോസിനെ കുറിച്ച് നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ അന്ത്രയോസ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീന ശക്തി, ഞാൻ മാനസാന്തര സ്നാനത്തിൻ്റെ ഉപജ്ഞാതാവും ഉസ്താദുമായ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്നു. ആ വന്യ ഗുരു ശ്രേഷ്ഠൻ തന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരു ഗുരുവിനെ കണ്ടപ്പോൾ കാണിച്ചു തന്നു, ഇതാണ് എന്നെക്കാട്ടിൽ ശ്രേഷ്ഠനായ, ഇതാണ് തനി ക്രിസ്തു എന്ന് പറഞ്ഞ്. ഞാൻ ക്രിസ്തു അല്ല, നമ്മൾ കാത്തിരിക്കുന്ന മെസ്സിഹ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഗൈഡ് ചെയ്തു. സ്വാധീനം വളരെ വലുതാണ്. ഞാൻ പുത്തങ്കാവ് പള്ളിയിൽ ഇരുന്ന സമയത്ത് അവിടെ അന്ത്രയോസ് ബാവയുടെ ഒരു പെരുന്നാൾ ഉണ്ട്. കല്ലട ഏരിയയിലുള്ള ആളുകൾക്ക് അതൊക്കെ അറിയാം. അതിൻ്റെ ചരിത്രമൊന്നും പറയാനായിട്ട് പോകുന്നില്ല. ബാവ തിരുമേനിയൊന്നുമല്ല, അന്ത്രയോസ് ബാവ. നമുക്കൊന്നും അന്ത്രയോസ് ബാവ ആയിട്ടൊരു പുണ്യവാളനായിട്ട് തീരാൻ പറ്റിയില്ലെങ്കിലും
ഈ ശിഷ്യനെ പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു അന്ത്രയോസ് ബേബിയായി തീരാൻ നമുക്ക് സാധിക്കുമോ? ഒരു ചെറിയ ശിഷ്യനായി തീരുവാൻ എന്നെ സ്വാധീനിച്ച വചനമേതാണ്? എന്നെ സ്വാധീനിച്ച സൺഡേ സ്കൂൾ അധ്യാപകനാരാണ്? എന്നെ സ്വാധീനിച്ച ഒരു വൈദികനാരാണ്? എന്നെ സ്വാധീനിച്ച ഒരു മുതിർന്ന സ്നേഹിതൻ ആരാണ് എന്ന് പുറകിലോട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ വേദപുസ്തകത്തിൻ്റെ മുമ്പിൽ, സുവിശേഷത്തിൻ്റെ മുമ്പിൽ തളരാതെ നിൽക്കുവാൻ കഴിയുന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഉരയ്ക്കുന്നു. മാർത്തോമ സഭ സുവിശേഷത്തിന് വേണ്ടി എരിഞ്ഞ് ശോഭിക്കുവാൻ തയ്യാറായ സഭയാണ്. ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആരാധന മധ്യത്തിൽ തുല്യ പ്രാധാന്യം വചനം വ്യാഖ്യാനിക്കുകയും വചന വ്യാഖ്യാനത്തിൻ്റെ അനുതാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാധന വിശുദ്ധ കുർബാന പൂർത്തിയാക്കുന്ന സഭ മലങ്കരയിൽ ആദ്യമായിട്ട് ആ രണ്ട് കാര്യങ്ങളെ തുല്യമായി ചേർത്ത് വെച്ച പൗരസ്ത്യ സഭ മാർത്തോമ സഭ മാത്രമാണ്. അതുകൊണ്ട് വചനത്തിലൂടെ സുവിശേഷം അങ്ങനെ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് ഇന്ത്യയിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന, ഗ്രാമങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന സഭയാണ് മലങ്കര മാർത്തോമ സുറിയാനി സഭ. നവ അഭിഷിക്തനായ കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതൻ പട്ടം കിട്ടി. നവപൂജ അർപ്പണം ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ എല്ലാവരും അഭിനന്ദിക്കുവാൻ, ആശംസകൾ അറിയിക്കുവാൻ റെയിലിങ്സിൻ്റെ അടുക്കൽ മുന്നോട്ട് വന്നു. അദ്ദേഹം എല്ലാവർക്കും ഇങ്ങനെ കൈമുത്ത് കൊടുത്ത് ആ ആശംസകളൊക്കെ സ്വീകരിക്കുകയാണ്, ബ്ലെസ്സിങ്സ് കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം വിതുമ്മിപ്പോയി. അന്നേരം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൈ അല്ല മുത്തേണ്ടത്, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഇവിടെ നിൽപ്പുണ്ട്, ചേട്ടൻ്റെ കൈയാണ് മുത്തേണ്ടത്. എന്നെ പഠിപ്പിക്കുവാൻ കഷ്ടപ്പെട്ട, കഠിനാധ്വാനം ചെയ്ത, നീ സെമിനാരിയിൽ പോകണം, ഈ വീട്ടിൽ നിന്നൊരു വൈദികനുണ്ടാകണം, അതിനെന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണെന്ന് കണ്ട് മുണ്ടുമുറുക്കി ഉടുത്ത് വിയർപ്പൊഴുക്കി എന്നെ പഠിപ്പിച്ച് കൊണ്ടുവന്ന എൻ്റെ മൂത്ത ജ്യേഷ്ഠനെ കൈമുത്തുന്നതാണ് എന്നെ കൈമുത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠം എൻ്റെ കൈയല്ല മുത്തേണ്ടത് എന്ന് പറഞ്ഞു. സ്വാധീനിച്ച ആളുകൾ എത്ര ഇൻ്റർനാഷണൽ ആളുകളാണ് എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. മാരാമൺ ഇടവകയിൽ കുറേ ഉദാഹരണങ്ങൾ പറയാൻ നേരം നമുക്ക് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. മാരാമൺ ഇടവകയിൽ ഇരുന്നപ്പോൾ മനസ്സിലാക്കിയ ഒന്നാണ്. മാരാമൺ ഇടവകയിലെ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം മെട്രിക്കുലേഷൻ എല്ലാം കഴിഞ്ഞു. അന്നത്തെ ആ പഠനം കഴിയുന്ന സമയത്ത് ഗ്രാമത്തിലെ ഒരു സ്കൂളിൽ 16 വയസ്സിൽ ജോലി കിട്ടി. അതിമിടുക്കനായ സമർത്ഥനായ ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിവ് കിട്ടിയതനുസരിച്ച് അദ്ദേഹം അലഹബാദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ, അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ത്യൻ ഡയറി ഡിപ്ലോമ കോഴ്സിൽ പഠിക്കുവാനായിട്ട് പോയി ചേർന്നു. അദ്ദേഹം അവിടുത്തെ പഠനം കഴിഞ്ഞപ്പോൾ അന്നത്തെ മിഷണറി പേരങ്ങ് വിട്ടുപോയി. അതിൻ്റെ പ്രധാനപ്പെട്ടയാളൊരു താക്കോൽ കൂട്ടം കൊണ്ടുപോയി കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഡയറി ഫാമിൻ്റെ മാനേജരായിട്ട് താങ്കളെ നിയമിച്ചിരിക്കുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഗാന്ധിജി ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്നങ്ങനെ പോയതെന്നറിയത്തില്ല, തൻ്റെ സബർമതി ആശ്രമത്തിൽ 200ഓളം പശുക്കളും അനുബന്ധ മൃഗങ്ങളും എല്ലാമുണ്ട്, അതിനൊരു മാനേജരെ വേണം ആവശ്യപ്പെട്ടപ്പോൾ അപേക്ഷിച്ചു. ഇദ്ദേഹം അവിടെ ജോലിയിൽ പ്രവേശിച്ചു. ജോലിയിൽ പ്രവേശിച്ചപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ ചിട്ടവട്ടമനുസരിച്ച് ശമ്പളമില്ല, എല്ലാ കാര്യങ്ങളും നടക്കും. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ നാട് വിട്ട് ജോലിക്ക് വന്നത് എൻ്റെ വീട് പുലരണം, മാതാപിതാക്കളെ സംരക്ഷിക്കണം. അന്നേരം ഗാന്ധിജി പറഞ്ഞു, മാസം 5 രൂപ പിതാവിൻ്റെ പേരിൽ അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. ഞാനിനി വാക്ക് നീട്ടുന്നില്ല. ടൈറ്റസ് ജി എന്ന തേവറുതുണ്ടിയിൽ ടൈറ്റസ് മാരാമൺ മാർത്തോമ പള്ളിക്കാരൻ 1930 ദണ്ഡി യാത്രയിൽ 78 പേരടങ്ങുന്ന യാത്രികരിൽ ഒറ്റ ക്രിസ്ത്യാനി ടൈറ്റസ് ജി മാത്രം. അദ്ദേഹത്തെ പറ്റി പറയുന്നത് എ ക്രിസ്ത്യൻ സത്യഗ്രഹി. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ മകൻ എഴുതിയിരിക്കുകയാണ്, എൻ്റെ അപ്പനെ സ്വാധീനിച്ചത് ഗാന്ധിജി എന്ന വലിയ ശ്രേഷ്ഠ മനുഷ്യൻ ആണ്. സഭയിലാണെങ്കിലും മിഷണറി പ്രസ്ഥാനത്തിലാണെങ്കിലും സമൂഹത്തിൻ്റെ രാഷ്ട്രീയ മേഖലകളിൽ സ്വാതന്ത്ര്യ സമരത്തിലാണെങ്കിലും ഒക്കെ സ്വാധീനിക്കുവാൻ ചില വ്യക്തികൾ ഉണ്ടായിരിക്കണം, സ്വാധീനിക്കാൻ ചില പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കണം,
സ്വാധീനിക്കാൻ ചില പ്രമാണങ്ങൾ ഉണ്ടായിരിക്കണം, സ്വാധീനിക്കാൻ ചില നിലപാടുകൾ ഉണ്ടായിരിക്കണം. മാർത്തോമ സഭയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ, മിഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് അനുകരിക്കുവാൻ പറ്റുന്ന, സ്വാധീനമായി തീർന്നിരുന്ന ചില വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുക. ഒന്നാമത്തെ വാക്യം നിർത്തുകയാണ്. സ്വാധീനം കൊണ്ട് സാക്ഷിയായി തീർന്ന, സ്വാധീനം കൊണ്ട് ശിഷ്യനായി തീർന്ന ആളാണ് അന്ത്രയോസ്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. അന്ത്രയോസ് ചോദിക്കുകയാണ്, ഗുരുവാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ, ഗുരു നീ എവിടെ പാർക്കുന്നു? ഗുരു തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നു, അവരെന്താണ് അന്വേഷിക്കുന്നത്? അന്വേഷണമാണ്. ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് പറഞ്ഞു. വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചിന്ത സഹവാസം, കൂടെ വസിക്കുക, അവൻ്റെ പാർപ്പിടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഗുരു എവിടെ പാർക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ സാധാരണ നാട്ടിലെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എവിടെയാണ് താമസം, എവിടെയാണ് സ്ഥലം, വീട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വീട്ടിലേക്കുള്ള വഴിയും അതിൻ്റെ ഭാഗമായിട്ട് കാണും. എന്നാൽ ഒരു ഒറ്റവാക്ക് ഉത്തരം യേശു കൊടുക്കുന്നില്ല. ഞാൻ നസ്രത്തിലാണ് താമസിക്കുന്നത്, ഞാൻ ബഥാനിയയിലാണ് താമസിക്കുന്നത്, ഞാൻ കവർന്നഭൂമിലാണ് താമസിക്കുന്നത്, ഗലീല കടൽ തീരത്ത് ഒരു ഷെഡ് കെട്ടി അവിടെയാണ് താമസിക്കുന്നത്. ഒരു പർട്ടിക്കുലർ സ്ഥലവും യേശു കർത്താവ് പറയുന്നില്ല. യേശു പറയുന്ന വളരെ വിശദമായ ഒരു കുറിപ്പാണ് വന്ന് കാണുക എന്ന് പറയും. കേൾക്കുമ്പോൾ കം ആൻഡ് സീ, വളരെ ഷോർട്ടായിട്ടിരിക്കുന്ന ഒരൊറ്റ വാക്കുത്തരമായിട്ട് തോന്നുമെങ്കിലും എത്ര പാരഗ്രാഫ് എഴുതിയാലും തീരാത്ത, എസ്സേ എഴുതിയാലും തീരാത്തതുപോലെയുള്ള ഒരു വലിയ ചോദ്യവും ഉത്തരവുമാണ് കാണുന്നത്. ഒരു സ്ഥലമോ വീടോ, യേശുവിനെ പറ്റി പറയുന്നത് തലചായ്പാൻ ഇടമില്ലാത്ത ആളാണ്. യേശുവിന് സ്വന്തമായിട്ട് കൂരയില്ല എന്ന് ഓർത്തോണം. എവിടെയെങ്കിലും യേശുവിനെ നമ്മളൊരു വീട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്നീ സക്കായിയുടെ വീട്, ലേവിയുടെ വീട്, അല്ലെങ്കിൽ ഈ യായിറോസിൻ്റെ വീട്, ഏതെങ്കിലുമൊക്കെ ആളുകളുടെ കവർന്നഭൂമിയിലെ വീട്, മറ്റുള്ളവരുടെ വീട് തൻ്റെ വീടായിട്ട് കണ്ട് അവിടെ വന്ന് യേശുവിനെ കാണുകയും രക്ഷ പ്രാപിക്കുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്ന വീടായിട്ടാണ് കാണുന്നത്. ചുരുക്കട്ടെ, ആരുടെ വീടാണ് യേശുവിൻ്റെ വീട്? യേശുവിന് സ്വന്തമായിട്ടൊരു മേൽവിലാസം ഇല്ല എന്ന് നമ്മൾ കാണുമ്പോൾ നമ്മുടെ വീടാണ് യേശുവിൻ്റെ വീട്. സക്കായിയുടെയും ലേവിയുടെയും, അത് പത്രോസിൻ്റെ അമ്മായിയമ്മയുടെയും കവർന്നഭൂമിലെയും വീട്, ബഥാന്യയിലെ വീടെന്ന് പറയുമ്പോൾ CV സൈമണച്ചൻ്റെ വീടാണ് യേശുവിൻ്റെ വീട്. കൊട്ടാരക്കരയിരിക്കുന്ന എല്ലാവരുടെയും മേൽവിലാസം എനിക്കറിയാത്തത് കൊണ്ട് പറയുകയാണ്. എൻ്റെ വീടാണ് യേശുവിൻ്റെ പാർപ്പിടം. അതുകൊണ്ട് മെത്രാപ്പൊലിത്ത തിരുമേനി എന്ന് പറഞ്ഞല്ലോ, നിഖിൽ എന്ന കുട്ടി പറഞ്ഞു, അവൻ്റെ ഹൃദയത്തിലോട്ട് തൊട്ട് പറയുകയാണ്, എൻ്റെ ഉള്ളിൽ യേശുവുണ്ട്. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, യേശു വസിക്കുന്ന വീട്. അഭിവന്യ ഭാഗ്യസ്മരണീയനായ അത്താനാസ്യോസ് തിരുമേനി വീട് കൂദാശ ചെയ്യുന്ന സമയത്ത് പാടുന്ന പാട്ട് സാധാരണക്കാർ പാടുന്ന പാട്ടല്ല. പാടാൻ സമയമില്ല. എൻ്റെ വീട്ടിൽ ഇന്ന് യേശുവുണ്ട്, ജയത്തിൻ്റെ ഉല്ലാസ ഘോഷമുണ്ട്. കൂടെ നിൽക്കുന്ന അച്ഛന്മാർക്ക് പോലും പാടാനൊക്കത്തില്ല. തിരുമേനി ഒറ്റ ശ്വാസത്തിന് പാടി ശുശ്രൂഷ ആരംഭിക്കും. എൻ്റെ വീട്ടിൽ ഇന്ന് യേശുവുണ്ട്. കുരിശു വരച്ച് മുദ്രയിട്ട് കഴിഞ്ഞാൽ ആ വീട്, നമ്മൾ ലക്ഷങ്ങൾ കോടികൾ മുടക്കിയ വീട് നമ്മുടെ വീടല്ലാതായിട്ട് തീരുകയാണ്. അത് കർത്താവിൻ്റെ വീടായിട്ട് തീർന്നു. വാടക കൊടുക്കാതെ പിന്നെ നമ്മളവിടെ താമസിക്കുന്നതേ ഉള്ളൂ. ദൈവത്താൽ സീല് ചെയ്ത മുദ്ര വെച്ച വീട്ടിൽ ഞാൻ വാടക കൊടുക്കാതെ താമസിക്കുമ്പോൾ എൻ്റെ വീട് യേശുവിൻ്റെ വീടായിട്ട് തന്നെ തീരുകയാണ്. അതുകൊണ്ട് ഒരു വൺ വേർഡ് ഉത്തരം യേശു ക്രിസ്തുവിന് ഇല്ല. ഇന്നിടത്ത് വരിക, ഈ കാർഡ് ഉപയോഗിക്കുക, ഗൂഗിൾ മാപ്പ് ഇട്ട് വരിക, എൻ്റെ വീട്ടിൽ വരാം. യേശു ക്രിസ്തുവിന് അങ്ങനെ വഴി പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. നിന്റെ വീട്ടിലോട്ടുള്ള ഗൂഗിൾ മാപ്പിൽ നീ പോകുക. ഇന്ന് നമ്മൾ സുവിശേഷം കേട്ട്, പ്രസംഗം കേട്ട് വീട്ടിൽ പോകുമ്പോൾ എൻ്റെ ആ വീട്ടിൽ യേശുവുണ്ടോ? യേശു വസിക്കുന്ന ഭവനത്തിലേക്കാണോ ഞാൻ പോകുന്നത്? അവിടെ വന്ന് എന്നോടുകൂടെ താമസിക്കുക. ഇനി തൊട്ട് ആരും ഒറ്റയ്ക്ക് വീട്ടിലുണ്ടെന്ന് പറയരുത്. യേശുവുണ്ട്, യേശുവിൻ്റെ വീട്ടിലേക്ക് പാർക്കാനായിട്ട് പോവുക എന്ന് പറയണം. ഇന്ന് എല്ലാ ആളുകൾക്കും ഈ ഒറ്റവാക്കുത്തരമാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ബൈബിളിൽ തന്നെ ചില ആളുകളൊക്കെ ബൈബിൾ ക്വിസ് അല്ലെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ അച്ഛന്മാരോടൊക്കെ വന്ന് ചോദിക്കും. കൊട്ടാരക്കര പറയുന്നത് സൂക്ഷിച്ചു വേണം. മർക്കോസ് 16:16 ഒരുമാതിരിപ്പെട്ട അച്ഛൻ അതോടുകൂടി മയക്കം വരും. 666 അതും പോയി.
ഇവിടെ ഇപ്പോൾ 66, ഇനി ഒരാറൂടെ വന്നാൽ 666 ആവും. പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പനി, അത് പനി പോരാ, ഏത് പനിയാണ് വീണ്ടും ചോദിക്കും. അത് ചിക്കൻ ഗുനിയ, കൊറോണ, പല ഉത്തരങ്ങൾ. ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. പാരഗ്രാഫ് ഉത്തരം ആളുകൾക്ക് ഇഷ്ടമല്ല ബൈബിളിൽ. യേശുക്രിസ്തു എന്ന് വരും. അത് 2024, അത് ഈ ജനുവരി മാസം ഈ കൺവെൻഷനോടെ കഴിഞ്ഞിട്ട് ഇതിനൊരു തടസ്സം വരാതിരിക്കാൻ നമ്മളൊരു ഡേറ്റ് പ്രഖ്യാപിക്കും. അത് ഇന്ന സ്ഥലത്ത് ആയിരിക്കും. യേശു വൺ വേർഡ് ഉത്തരം, ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉത്തരം നൽകുന്ന ആളല്ല. ഞാൻ എൻ്റെ അനുഭവങ്ങളൂടെ പറയട്ടെ, എങ്കിൽ മാത്രമേ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. എന്നെ കണക്ക് പഠിപ്പിച്ച സാറ് സക്കറിയ സാറ്, ഇനി കോന്നി എന്ന് പറയുന്നില്ല, ഊട്ടി എന്ന് വല്ലതും പറയുന്നതായിരിക്കും ഒരു സ്റ്റാൻഡേർഡായിട്ട് തോന്നുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കൗതുകം, ഹോംവർക്ക് ഇടും. കണക്ക് സാറുമാർ ഭയങ്കര ബുദ്ധിയുള്ള ആളുകളാണ്. അവർ ജോലി ചെയ്യത്തില്ല, നമ്മളെ കൊണ്ട് പരമാവധി ജോലി ചെയ്യിപ്പിക്കും. ഗൃഹപാഠം, അത് കണക്കാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. കണക്കിട്ട് തരും, പിറ്റേ ദിവസം വരുമ്പോൾ ഉത്തരം എഴുതണം. പക്ഷെ മിക്കവാറും എല്ലാവരും ഉത്തരം എഴുതും. കാരണം ബുദ്ധിയുള്ള 2-3 കുട്ടികൾ ആ ക്ലാസ്സിൽ കാണും. അവനെ പോയി സോപ്പിട്ട് അവനെ കൊണ്ട് ഉത്തരം എഴുതും. ഇനി അതും സഹായിക്കാതെ വരുവാണെങ്കിൽ അന്നത്തെ ഞങ്ങൾ പഠിച്ച പുസ്തകത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 95 ഉത്തരമെങ്കിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 95 അത് എഴുതി വെച്ചാൽ മതി. ഇപ്പം സാറ് വരുമ്പോൾ ഭാഗ്യത്തിന് നമ്മളോട് എൻ്റെ പേര് തന്നെ പറയാം, സൈമൺ, ഉത്തരം വായിക്കും. ഞാൻ കോളറൊക്കെ പിടിച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് 95 മിടുക്കൻ ഇരിക്കവിടെ. 95 കിട്ടിയവരൊക്കെ എഴുന്നേക്ക്. ഒരു 5-8-10 പേര് എൻ്റെ വട്ടത്തിലുള്ളവർ എഴുന്നേക്കും. കാര്യം അതിൻ്റെ ഇടയ്ക്ക് ഇരുന്നാണ് നമ്മൾ ഈ ഉത്തരം കണ്ടെത്തിയത്. അതുകൊണ്ട് അവിടെ എല്ലാം എഴുന്നേറ്റിട്ടുണ്ട്. അത് ഉത്തരം കിട്ടാത്തവനെയൊക്കെ അന്നത്തെ സാറിൻ്റെ ഭാഷയെ പറയാവുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ലാംഗ്വേജ് എല്ലാം പറയും. നിൻ്റെ പണി ഇനി ഇതാണ്, ഇനി മാത്സ് പഠിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ ഗുണദോഷിക്കും. ഇതും കൊണ്ട് തീരുന്നില്ല. ഇതെല്ലാം കഴിയുമ്പോൾ എന്നെ വിളിക്കും, സൈമൺ, ആ ബോർഡിലോട്ട് അതൊന്ന് വഴി എഴുതി ചെയ്ത് കാണിക്കുക. അതോടുകൂടെ നമ്മൾ അവിടെ നിന്ന് ഉരുകും. നമ്മുടെ ഉത്തരം ശരിയാണ്. നമ്മൾ അവിടെ ചെന്ന് സുന്ദരിക്ക് പുട്ടു തൊടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഉത്തരം ശരിയാണ്, വഴി എഴുതി ക്രിയ ചെയ്യും. ഇപ്പം എങ്ങനെയാണെന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പറയുന്നത് എനിക്കറിയത്തില്ല. വഴി എഴുതി ക്രിയ ചെയ്ത് ഉത്തരം കിട്ടണം. പിന്നെ പറയും പോയിരുന്നു അവിടെ, ഒരൊറ്റ വിരുട്ടാണ്. ആ പോയ പോക്ക് പിന്നെ കണക്കിനോട് നമുക്ക് താല്പര്യം ഇല്ലാതായി തീർന്നു. നമുക്ക് പ്രിയമുള്ളവരെ, വഴിക്കണക്കാണ് ആവശ്യം. വിശ്വാസ ജീവിതത്തിൽ നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചാൽ, യേശു ഇവിടുന്ന് നടന്നു പോകുന്ന വഴികൾ മുഴുവൻ അവൻ സുവിശേഷത്താൽ ഹരിതാഭമാക്കുകയാണ്. എൻ്റെ വഴിയിലൂടെ യേശുവിനെ കണ്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. വഴിയിലെപ്പോഴും യേശു, പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, യേശുവിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതാണ് വന്ന് കാണുക എന്ന് പറയുന്നത്. വഴിക്രിയകൾ ഉണ്ടാകണം. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് അതിനെ വന്ന് കാണുക എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് മെനോ എന്നുള്ള വാക്കാണ്. അതിനകത്ത് 2 കാര്യമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഒന്ന്, ഐ വാണ്ട് ടു പാർട്ട് വിത്ത് യു, എൻ്റെ ഭാഗമായി തീരാൻ ആഗ്രഹിക്കുന്നു. 2, ഐ വാണ്ട് ടു അപ്പോയിൻറ്റ് യു. നമ്മൾ ചിലപ്പോഴൊക്കെ ചില ജോലിക്കൊക്കെ അപേക്ഷിച്ച് കഴിയുമ്പോൾ ആളുകൾ പറയുമല്ലോ, അപേക്ഷിച്ചിട്ടുണ്ടല്ലേ, എന്നെ വന്നൊന്ന് കാണണം. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ തരാൻ വേണ്ടിയായിരിക്കും വന്ന് കാണുക എന്ന് പറയുന്നത്. ശരിക്കും യേശു കർത്താവ് വിളിക്കുമ്പോൾ വന്ന് കാണുക എന്ന് പറഞ്ഞാൽ വന്ന് കണ്ട് അപ്പോയിൻമെൻറ്റ് ഓർഡറുമായിട്ട് നീ പോവുക എന്നാണ് എൻ്റെ അർത്ഥം. ഇന്ന് ഈ സുവിശേഷ യോഗത്തിൽ വന്ന് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സുവിശേഷ മഹാമഹത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ യേശുവിനെ കണ്ട് നിന്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ നീ വാങ്ങിച്ചിരിക്കണം. വെർ ടു ഗോ, വാട്ട് ഷാൽ ഐ ഡു ഫോർ യു. എവിടെയാണ് പോകേണ്ടത്, നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് എൻ്റെ സാക്ഷ്യ ജീവിതം അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൃത്യമാക്കി പോകുവാൻ നമുക്ക് സാധിക്കണം. നമ്മിൽ ക്രിസ്തുവിൻ്റെ പാർപ്പിടം സൃഷ്ടിക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. 3-ാമത്തെ ചിന്ത, ഓടി ഓടി പോവുകയാണ്. 3-ാമത്തെ വാക്ക് മനസ്സിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞത് സ്വാധീനവും സഹവാസവും. യേശുവിനോട് സഹവസിച്ച് യാത്ര ചെയ്ത് വഴി മനസ്സിലാക്കുക, വീട്. 3-ാമത്തേത് സവിധം എന്ന് പറഞ്ഞാൽ അടുത്തു വരിക. വന്നു കാണുക എന്ന് പറഞ്ഞാൽ അടുത്തു വരിക എന്നാണ്. അകലെ നിന്ന് കുഞ്ഞാട് പോകുന്നു, യേശു ക്രിസ്തു പോകുന്നു, ദേ പോയി ഞാൻ കണ്ടേ എന്ന് പറയുന്നതല്ല. അങ്ങനെ പരിചയപ്പെടുന്ന യേശുവിനെ, ഗുരുവിനെ ഏറ്റവും അടുത്തു വന്ന്
അറിയുവാൻ ശ്രമിക്കുക എന്ന് പറയും. അപ്പോൾ സവിധത്തിലേക്ക് അടുത്ത്, കം ക്ലോസ് ടു ഗോഡ്. നമുക്കിന്ന് ഈ അടുത്ത് വരേണ്ട വലിയ ആവശ്യമില്ല. പണ്ടൊക്കെ നമുക്ക് ഈ കൺവെൻഷൻ വന്നാൽ ഇവിടെ മാത്രം വന്ന് നേരിട്ട് സുവിശേഷം കേൾക്കാനേ ഒക്കത്തുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെക്കാൾ കൂടുതൽ നമുക്ക് പ്രേക്ഷകരെ ഇതിന് ഓൺലൈനിലൂടെ ഉണ്ട്. അടുത്ത് വരണമെന്നില്ല. അവർക്കൊരു ചായ ഒക്കെ കുടിച്ചുകൊണ്ട് ഈ സുവിശേഷമൊക്കെ കേൾക്കാം. അടുത്ത് വരണമെന്നേ ഇല്ല. അകലെ നിന്നും നമുക്ക് സുവിശേഷം കേൾക്കാനായിട്ട് സാധിക്കും. ഒരിക്കലൊരു അപ്പനും മകനും കൂടെ നടന്നു പോവുകയാണ്. അപ്പനും മകനും കൂടെ നടന്നു പോകുമ്പോൾ ആ മോൻ അപ്പനോട് ചോദിച്ചു, സാധാരണ ചോദിക്കാത്ത ഒരു ചോദ്യം, വാട്ട് ഈസ് ദ സൈസ് ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ വലിപ്പം, സൈസ് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ചോദ്യമൊന്നും നമ്മുടെ പിള്ളേർ അപ്പന്മാരെ കുഴയ്ക്കാൻ ചോദിക്കത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അപ്പൻ ആകാശത്ത് പറക്കുന്ന ഒരു വിമാനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ദാ അത്രയുമുണ്ട് ദൈവത്തിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ ആ മോൻ ചോദിച്ചു, ഡാഡി, ഇത്ര ചെറുതാണോ നമ്മുടെ ദൈവം എന്ന് ചോദിച്ചു. അപ്പൻ അതിനൊന്നും മറുപടി കൊടുക്കാനായിട്ട് പോയില്ല. അതിനുശേഷം ഈ മകനെയും കൂട്ടി ഒരിക്കൽ എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ ചെന്നപ്പോൾ അന്നകലെ കണ്ട വിമാനം അവിടെ എയർപോർട്ടിൽ കിടക്കുന്നു, അല്ലെങ്കിൽ വേറൊരു വിമാനം. അപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന വിമാനം ചൂണ്ടിക്കാണിച്ചു, പറഞ്ഞു, ഇത്ര വലുതാണോ ഡാഡി ദൈവം എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പൻ പറയുകയാണ്, മോനെ, നീയും ദൈവവും തമ്മിലുള്ള ദൂരമാണ് ദൈവത്തിൻ്റെ വലിപ്പം നിശ്ചയിക്കുന്നത്. നീയും ദൈവവും തമ്മിലുള്ള ദൂരമാണ് നിന്റെ ദൈവത്തിൻ്റെ വലിപ്പം നിശ്ചയിക്കുന്നത്. വന്ന് കാൺമീൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കേട്ട് പരിചയപ്പെടുത്തി ലൈക്കടിച്ച് ഇഷ്ടപ്പെടുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായി കം ക്ലോസ് ടു ഗോഡ്. കൺവെൻഷൻ യോഗങ്ങൾ അകലെ നിൽക്കുന്നവർക്ക് സുവിശേഷത്തോട്, യേശുക്രിസ്തുവിനോട്, ദൈവത്തോട് അടുത്തു വരുന്നതിന്, സഹവസിക്കുന്നതിന്, യേശുവിനെ തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ വലിപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടി ആണ്. മാട്രിമോണിയൽ കോളത്തിലൂടെ പെൺകുട്ടികളെ കാണാം, വിശ്വസുന്ദരിമാർ തോറ്റുപോകും. ആൺകുട്ടികളെയും കാണാം. പക്ഷെങ്കിൽ ഒരുമാതിരിപ്പെട്ട സുബോധമുള്ളവർ ഓൺലൈൻ കല്യാണം നടത്താറില്ല. അച്ഛന്മാരുടെയൊക്കെ പണി പോകുന്ന കാര്യമാണ്. ഓൺലൈനിലൂടെ തന്നെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നില്ല. ഒരു നിമിഷമെങ്കിലും അടുത്ത് കണ്ടതിന് ശേഷമാണ് വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്. മാട്രിമോണിയൽ കോളത്തിലും മനോരമ ഓൺലൈനിലൂടെയും കണ്ട് കല്യാണം കഴിക്കത്തില്ല. അവർ തമ്മിലൊന്ന് കാണണം, അടുത്ത് കാണണം. പെണ്ണും ചെറുക്കനും തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇത്ര അടുത്ത് കാണണമെന്നും ശുശ്രൂഷയ്ക്ക് അവരെ കൈചേർത്ത് പിടിപ്പിക്കണമെന്നും കമ്പ്യൂട്ടറിലൂടെയല്ല സെറ്റ് ചെയ്യുന്നത്. അവരെ ചേർത്ത് നിർത്തുന്നത് അടുപ്പമാണ് ബന്ധങ്ങളെ ശക്തീകരിക്കുന്നത്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈ അടുപ്പത്തെ അടിവരയിടുന്നുവെങ്കിൽ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തെ അടിവരയിടുവാൻ നമ്മൾ എത്രമാത്രം അടുത്ത് നിൽക്കണം. അകലങ്ങളിട്ട് അനുഗമിക്കുന്നവരല്ല, അടുപ്പങ്ങൾ സൂക്ഷിച്ച് യേശുവിൻ്റെ സവിധെ അവൻ്റെ അടുത്ത് വന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് യേശുവിനെ തിരിച്ചറിയാൻ കഴിയുന്നത്. എൻ്റെ ഒരു അമളിയും അബദ്ധം കൂടെ പറയട്ടെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിലാകത്തുള്ളൂ. 4-5 മിനിറ്റ് കൂടെ ഉണ്ട്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, അന്ന് എൻ്റെ സിസ്റ്റർ ബോംബെയിൽ നേഴ്സിംഗ് പഠിക്കാനായിട്ട് പോവുകയാണ്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറുന്നത്. ബോംബെ ജയന്തി ജനത, അപ്പോൾ അതുണ്ടോയെന്നറിയത്തില്ല. രാവിലെ കോന്നിയിൽ നിന്ന് സുഭാഷ് എന്ന വണ്ടിക്ക് പുനലൂർ ചെങ്ങന്നൂർ സൂപ്പർ ഫാസ്റ്റ് ഒന്നുമല്ല, അൺലിമിറ്റഡ്, എവിടെ വേണേലും നിർത്തും. ആ വണ്ടിയിലാണ് കയറിപ്പോകുന്നത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കയറി നിൽക്കുകയാണ്. എൻ്റെ സ്റ്റാൻഡേർഡ് നിങ്ങൾ അളന്ന് എൻ്റെ വില കുറച്ച് കളയരുത്. അപ്പോൾ അവിടെ നിന്നപ്പോൾ എൻ്റെ പെങ്ങളുണ്ട്, കൂടെ വിടാനായിട്ട് 2-3 പേര് വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഒരു ഏറ്റ് കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടാവുന്നത്. അപ്പം മൂക്കൊക്കെ ചീറ്റി പിഴിഞ്ഞൊക്കെയാണ് നമ്മളവിടെ നിൽക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പെങ്ങൾ പറഞ്ഞു, ട്രെയിൻ വേണ്ട വരുന്നു, കണ്ടോണം എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ട്രെയിന് വലിപ്പമില്ല, ചെറിയൊരു ട്രെയിൻ വരുന്നു.
അതിങ്ങനെ വന്ന് ദൂരേന്ന് വരുന്നപ്പോഴേ പറഞ്ഞ പോണേ നോക്കിക്കോ ട്രെയിൻ 1 കിലോമീറ്റർ നീളമുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് ഞാൻ നോക്കിയപ്പോൾ ഈ ദൈവത്തെ എയറോപ്ലെയിൻ കണ്ടതുപോലെ ചെറിയ ഒരു ട്രെയിൻ വരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും. അതിങ്ങനെ അടുത്തോട്ട് വന്നു. അതിൽ 6 പേരിരിപ്പുണ്ട്. നമ്മുടെ ഈ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ പലകയടിച്ചിരിക്കുന്ന സീറ്റ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ മോട്ടറുണ്ട്. മണ്ടയ്ക്കൊരു ടാർപ്പ പോലെ വലിച്ചു കിട്ടിയിരിക്കുന്ന ഒരു ബുള്ളക്കാർട്ട് പോലെ ഇരിക്കും. കുറച്ചു നേരം കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോയപ്പോൾ 4-5 പേര് ചേർന്ന് അത് പിടിച്ച് കരക്കെടുത്ത് വെക്കുന്നതും കണ്ടു. എന്നോട് പറഞ്ഞു ഇതാണ് ട്രെയിന്. അതിൻ്റെ പേര് റെയിൽവേ മോട്ടോർ ട്രോളി ഇൻസ്പെക്ഷൻ കാർട്ട്. യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ കാണാം. നിങ്ങൾ പറയുമ്പോൾ വിവരക്കേട് പറയുമായിരിക്കുമെന്ന്. ആദ്യമായിട്ട് ട്രെയിൻ കാണാൻ പോയ എന്നെ എൻ്റെ പെങ്ങൾ കാണിക്കുകയാണ്, മോനെ ഇതാണ് ട്രെയിൻ. പിന്നെ ഒരു അരമണിക്കൂറൂടെ കഴിഞ്ഞപ്പം വാലെ വന്നു. യഥാർത്ഥത്തിലുള്ള ചില ആളുകളെയൊക്കെ നമുക്ക് ഈ ചെറുത് കാണിച്ചൊക്കെ പേടിപ്പിക്കാൻ സാധിക്കും. ഇതാണ് അത് എന്നൊക്കെ പറയാൻ സാധിക്കും. യേശുവിനെ പരിചയപ്പെടുമ്പോൾ ആൾ ദൈവങ്ങളുടെ വല്ലാത്ത സ്വാധീനം ഈ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്തുവിനെ കാണണമെങ്കിൽ യേശുവിൻ്റെ അടുക്കലേക്ക് നീ അടുത്തു വരണം. അവിടെ ഒരു ഏജന്റ് ആവശ്യമില്ല. യോഹന്നാൻ സ്നാപകൻ പോലും അന്ത്രയോസിനെ കൂട്ടിക്കൊണ്ട് കാറെ കയറ്റിക്കൊണ്ടുവല്ല, മോനെ ഞാൻ കൊണ്ടുപോകാം, നീ യേശുവിൻ്റെ പിന്നാലെ അനുഗമിച്ച് അവനോടുകൂടെ രാപാർത്തു സഹവസിച്ചു. അവൻ്റെ സവിധത്തിൽ ആണ് അവൻ്റെ സന്നിധിയിൽ ഇരുന്ന് കഴിഞ്ഞ് അവൻ യേശുവിനെ കണ്ട് മടങ്ങി വരുന്നതായി കാണും. പ്രിയമുള്ളവരെ, നമ്മൾ ചെറുതാകുമ്പോഴാണ് ദൈവം വലിയവനായി തീരുന്നത്. ഒരു പാട്ടുണ്ട്, വീട്ടിൽ പോയി പാടാൻ വേണ്ടിയുള്ള ഗ്രഹപാഠം പറയുകയാണ്. യേശു ആരിലും ഉന്നതനാം ആത്മസഖാം അവനെ. നമ്മൾ ലോകത്തിൽ കണ്ടിട്ടുള്ള ഏതൊരാളിനേക്കാളും എൻ്റെ യേശു വലിപ്പമുള്ളവനാണ്, അവൻ ഉന്നതനാണ്, അവൻ വലിയവനാണ്. അവനെ ചെറുതാക്കാൻ നമ്മുടെ വലിപ്പം കൊണ്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. 4ാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. 4ാമത്തെ ചിന്ത ഞാൻ പറഞ്ഞത് മറന്നു പോകരുത്. സജീവ പ്രേക്ഷിതനായി ഈ അന്ത്രയോസ് മാറുകയാണ്. പോയി പാർത്തു, യേശുവിനെ അടുത്തറിഞ്ഞു, രുചിച്ചറിഞ്ഞു, മടങ്ങി വന്നത് വീട്ടിലോട്ടാണ്. വീട്ടിൽ വന്ന് സഹോദരനോട് പറഞ്ഞു, ഞാൻ മെസ്സിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. വാക്യമുണ്ട്, താഴെ നമുക്ക് വായിക്കാം. അത് പത്രോസിനോട് എന്ന് പറയുകയാണ്, ഞാൻ യേശുവിനെ കണ്ടു. പത്രോസിനെ കൂട്ടി യേശുവിൻ്റെ അടുക്കൽ ചെന്നു. യേശു അന്നേരം തന്നെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ശിമോനെ, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന പേരാകും, നീ ഇനി അറിയുന്നത് പത്രോസ് എന്ന പേരിൽ ആണ്. യേശുവിൻ്റെ വഴിയെ പോയി യേശുവിനെ മനസ്സിലാക്കിയ അന്ത്രയോസ്, ഞാൻ കർത്താവിനെ കണ്ടു, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, ബ്ലഡ് ഓഫ് ജീസസ്, അവിടെ കുറ്റിയടിച്ചിരിക്കുകയല്ല ചെയ്തത്. താൻ കണ്ടറിഞ്ഞ യേശുവിനെ അവൻ ആദ്യത്തെ മിഷണറി ആയിട്ട് പോകുന്നത് അവൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. എ ഗ്രേറ്റ് ഇൻട്രൊഡ്യൂസർ, ഏറ്റവും വലിയ പരിചയപ്പെടുത്തലുകാരനായി, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആങ്കറായി അവൻ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുകയാണ്. എവിടെയാണ് പോയത്? അവൻ പോയ സ്ഥലം അവൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്. യേശുവിൻ്റെ വീട്ടിൽ ചെന്ന് യേശുവിനെ മനസ്സിലാക്കി സ്വന്തം വീട്ടിലേക്ക് വരികയാണ്. അതാണ് സജീവ സാക്ഷി എന്ന് പറയുന്നത്. സജീവ പ്രേക്ഷിതനായിട്ട് തീർന്നു. ഒരു പക്ഷെങ്കിൽ കണ്ടറിഞ്ഞതിന് ശേഷം ഇനി എപ്പോഴെങ്കിലും പറയാവുന്നല്ല, പിറ്റേ ദിവസം തന്നെ തൻ്റെ സഹോദരൻ്റെ അടുക്കൽ പോയി സുവിശേഷം പറയുന്നതായി കാണുന്നു. 1-ാം അധ്യായം 41-ാമത്തെ വാക്യം വായിക്കുന്നില്ല. വീട്ടിലെ സുവിശേഷം, അതിൻ്റെ അമരക്കാരനാണ് അന്ത്രയോസ്. വീട്ടിൽ സുവിശേഷം പറഞ്ഞു. നമുക്ക് ഏറ്റവും പ്രയാസം വീട്ടിൽ സുവിശേഷം പറയാം. നാട്ടിലോ കൊട്ടാരക്കര ജംഗ്ഷനിലോ നമുക്ക് പറയുന്നതിന് യാതൊരു വിഷമവും ഇല്ല. കൺവെൻഷൻ ഗ്രൗണ്ടിൽ പറയുന്നതിന് അത്രയും പോലും പ്രയാസമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു സ്വഭവന മിഷണറി, ആദ്യത്തെ വീട്ടിൽ സുവിശേഷം അറിയിച്ച ആദ്യത്തെ മിഷണറി, വീട്ടു മിഷണറി ആയിട്ട് നമ്മൾ കാണുകയാണ്. കുടുംബങ്ങളിലെ ദൈവവിളി പ്രോത്സാഹിപ്പിക്കണം പ്രിയമുള്ളവരെ. വീട്ടിൽ സംഭാഷണം എന്താണ് തിരുമേനിമാരോട് സൂചിപ്പിച്ചല്ലോ. വീട്ടിലെ ക്വാളിറ്റി ടൈമിൽ 25 മിനിറ്റിൽ 15 മിനിറ്റെങ്കിലും അതും ഇതും പറഞ്ഞോ, 10 മിനിറ്റെങ്കിലും സുവിശേഷം പറയണം, സുവിശേഷം വായിക്കണം.
ഇതല്ല ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഒരുപോലെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ ചിന്തകളാണ് പറയുന്നത്. നമ്മുടെ വീട്ടിലെ ക്വാളിറ്റി സമയം എന്തിനെപ്പറ്റി പറയുന്നു? ചില ഭാര്യാപത്ര ബന്ധങ്ങളിലും മക്കളൊക്കെ ഇപ്പോൾ പറയും, സ്വന്തം ആങ്ങളെ ഇന്ന് കൊട്ടാരക്കരയ്ക്ക് പോയപ്പോൾ കണ്ടു, ഞാൻ തന്നെ കണ്ടെന്നിരിക്കുകയാണ്. പക്ഷേ ഞാൻ എൻ്റെ ഭാര്യയോട് പറയുന്നത്, അടുത്ത കൊട്ടാരക്കര കൺവെൻഷൻ വരുമ്പോൾ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ വർഷം കൊട്ടാരക്കര കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയപ്പോൾ നിൻ്റെ ആങ്ങളെ അവിടെ വെച്ച് കണ്ടായിരുന്നു, നിന്നെ പ്രത്യേകം അന്വേഷിച്ചതായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് എനിക്കൊരു നിശ്ചിത അകലെ വിട്ട് മാത്രമേ എൻ്റെ ഭാര്യയുടെ അടുത്ത് നിൽക്കാനായിട്ട്, അത് ഒരു കൊല്ലം കഴിഞ്ഞല്ല പറയേണ്ടത്, 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ സംഭാഷണത്തിൽ ഞാൻ കണ്ടതും കേട്ടതും പറയണം. പല വീടുകളിലും ഇന്ന് സംഭാഷണങ്ങളിൽ അന്നന്നത്തെ കാര്യങ്ങൾ പറയുവാൻ, സുവിശേഷം പറയുവാൻ കഴിയാൻ പറ്റുന്നില്ല. എന്നാൽ സുവിശേഷ പ്രസംഗകരെ പറ്റി, അച്ഛന്മാരെ പറ്റിയും തിരുമേനിമാരെ പറ്റിയും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകേട്ട സകല കാര്യങ്ങളും വിളമ്പിക്കൊടുക്കുവാൻ, കയറ്റി അയക്കുവാൻ ഒരു ലജ്ജയുമില്ലാത്ത ആളുകൾ ഇന്ന് കേട്ട സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തി എന്ന് പറയുവാൻ, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ അന്ത്രയോസ്മാർ ഇന്ന് വീട്ടിൽ ചെന്ന് വരാതിരിക്കുന്ന സഹോദരൻ നാട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ അന്റാർട്ടിക്കയിലാണെങ്കിൽ വിളിച്ചു പറയണം, എടാ നിന്നോട് സുവിശേഷം പറയുവാൻ ആ സൈമണച്ചൻ പറഞ്ഞിട്ട് പോയി എന്ന് പറയാൻ ഇന്ന് തന്നെ പറയണം. ദാറ്റ് ഈസ് ക്വാളിറ്റി ടൈം. വീട്ടിലെ സുവിശേഷം, വീട്ടിലെ ഊണിന് എന്തൊരു രുചിയാണ്! അൽഫാമിനെക്കാട്ടിൽ രുചിയാണ് വീട്ടിലെ ഊണിന്. അതിൻ്റെ മുമ്പിൽ, തട്ടുകടയ്ക്ക് മുമ്പിൽ ആളുകൾ കാത്തു നിൽക്കുകയാണ് നാടൻ രുചികൾക്ക് വേണ്ടി. മുന്നോട്ട് പോകട്ടെ. വീട്ടിൽ ദൈവവിളി ഉണ്ടാകണം, വീട്ടിൽ സുവിശേഷം അറിയിക്കണം. 2, പത്രോസിനോട് മാത്രമല്ല ഈ അന്ത്രയോസ് സുവിശേഷം അറിയിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സുപരിചിതമായ സംഭവം വിശദീകരിക്കുന്നില്ല. അന്ത്രയോസാണ് അവിടുത്തെ ഒരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നത്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞ് ബാലകനെ യേശുവിൻ്റെ അടുക്കലേക്ക് നയിച്ച വ്യക്തി അന്ത്രയോസ് ആണ്. എന്താണ് അന്ത്രയോസിൻ്റെ 2ാമത്തെ മിഷണറി പ്രവർത്തനം? അവൻ സ്വദേശ നാട്ടു മിഷണറിയാണ്. സ്വദേശത്ത് നടന്ന ഒരു വലിയ പ്രതിസന്ധിയിൽ ആൾക്കൂട്ടം ഉണ്ടായപ്പോൾ, തിരുമേനി ഇന്നിവിടെ പറഞ്ഞല്ലോ, മനുഷ്യൻ്റെ വിശപ്പ്, മനുഷ്യൻ്റെ ദാരിദ്ര്യം, ഇത് സുവിശേഷത്തിൻ്റെ വളരെ പരമപ്രധാനമായ ഒരു വിഷയമാണെങ്കിൽ, ആ നാട്ടിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഇവിടെ ഒരു കുഞ്ഞുണ്ട്, വിശപ്പകറ്റുവാനുള്ള ഒരു പോംവഴിയായിട്ട് പറയുകയാണ്, അവൻ്റെ കയ്യിലെ പൊതി എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി എമംഗ് ദ ചിൽഡ്രൻ, മിനിസ്ട്രി എമംഗ് ദ യൂത്ത്. ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യകാലത്തെ സൺഡേ സ്കൂളിൻ്റെയൊക്കെ മാനേജർ അല്ലെങ്കിൽ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, യുവജന സഖ്യത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണെന്ന് ബൈബിളിലൂടെ ചോദിച്ചാൽ നമ്മുടെ അച്ഛന്മാരുടെ പേര് പറയരുത്, പറഞ്ഞേക്കണം, അന്ത്രയോസാണ്. അന്ത്രയോസാണ് യുവാവായ ഈ ബാലകനെ, ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായ ഒരു കുട്ടിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക എന്നുള്ള ആപ്തവാക്യമൊക്കെ നമ്മുടെ മനസ്സിലുള്ളതെന്ന് മറന്നു പോകരുത്. ഒരു ബാലകനെ, ഹി ബ്രോട്ട് എ യങ് ഗായ്, എ ബോയ് ടു ജീസസ് മാസ്റ്റർ. സമർപ്പിതരെ കണ്ടെത്താനുള്ള വഴി എന്താണ്? വിദഗ്ധരെ അല്ല, വിളിക്കപ്പെട്ട സമർപ്പിതരെ ദൈവം ഇന്ന് അന്വേഷിക്കുന്നു. ഇന്ന് നമ്മുടെ സൺഡേ സ്കൂൾ മിനിസ്ട്രി, ഇന്ന് നമ്മുടെ യുവജന സഖ്യത്തിൻ്റെ മിനിസ്ട്രി വലിയ സാധ്യതകളുള്ളതാണ്. സകലതും സീനിയർ സിറ്റിസൺഷിപ്പിൻ്റെ തത്തുല്യമായി മുതിർന്നവരെ കൊണ്ട് നിറയുന്ന ഇന്നത്തെ നമ്മുടെ പന്തലുകളും മീറ്റിങ്ങുകൾക്കും എല്ലാം അപ്പുറമായി. അന്ത്രയോസിനോട് ചോദിച്ചാൽ പറയും, എൻ്റെ വീട്ടിൽ എൻ്റെ പത്രോസിനോട് സുവിശേഷം പറഞ്ഞത് ഞാനാണ്. എൻ്റെ നാട്ടിലെ ഒരാൾക്കൂട്ടത്തിനിടയിൽ ഒരു കുട്ടിയെ ജീവിക്കുന്ന സുവിശേഷമായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത്, ആദ്യമായിട്ടൊരു മനുഷ്യൻ്റെ ദാരിദ്ര്യം അറിഞ്ഞ് വിശപ്പകറ്റുവാനുള്ള വഴിക്ക് ഒരു കുഞ്ഞിനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് ഡെഡിക്കേറ്റ് ചെയ്തതായ ആദ്യ ആള് അന്ത്രയോസാണ്, മറ്റാരുമല്ല. 3-ാമത്തെ ഒന്നുകൂടെ പറഞ്ഞ് തീരുവാണ്, തിരുവേനി അലാറം വെച്ചിരിക്കുന്ന സമയം ആയി. 3-ാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ചില യവനന്മാർ യേശുവിനെ കാണാൻ അന്വേഷിച്ച് ഫിലിപ്പോസിൻ്റെ അടുക്കൽ വന്നു. ഫിലിപ്പോസിന് തന്നെ ധൈര്യം ഇല്ലായിരിക്കാം, പുള്ളി 5 അപ്പത്തിൻ്റെ വിഷയത്തിൽ അവിടെ നിന്ന ഒരാൾ തന്നെയാണ്. പറഞ്ഞു, അന്ത്രയോസൂടെ ചേർന്ന് യേശുവിൻ്റെ അടുക്കൽ ചെന്നു. ഒരു കൂട്ടം യവനന്മാരെ, ഗ്രീക്കുകാരെ, അന്യ നാട്ടിൽ നിന്ന് വന്ന വേറെ സംസ്കാരമുള്ള
വേറെ ഭാഷ സംസാരിക്കുന്ന ആളുകളെ യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു കൂട്ടത്തെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, മുൻകൈയെടുത്തത് അന്ത്രയോസാണ്. പ്രിയമുള്ളവരെ, അതർ ഫെയ്ത്ത്, അതർ ലാംഗ്വേജ്, അതർ കൾച്ചർ, ദൂരെ നിന്നുള്ളവർ, ഇവരുടെ മധ്യത്തിലേക്ക് ആദ്യകാല വിദേശ മിഷനുമായി പോയ ആള് അന്ത്രയോസ് അല്ലാതെ വേറൊരാള് അല്ല. ഇന്ന് മൈഗ്രേഷൻ, ഇന്ന് പ്രവാസികൾ കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ഈ രാജ്യം വിടുന്നതായ യുവതീ യുവാക്കന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാഷ വേറെയാണ്. ജർമ്മനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇറ്റലി പോകാനിരിക്കുകയാണ്, IELTS-ഉം എല്ലാത്തിൻ്റെ പേരറിയത്തില്ല, ക്ഷമിക്കുക, എല്ലാം കോച്ചിങ്ങിൽ നിൽക്കുകയാണ്. അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോൾ, വിവിധ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്നവരുടെ മധ്യത്തിലേക്ക് പോകുമ്പോൾ അവരെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ അന്ത്രയോസിനെ പോലെ നിൽക്കുന്ന മിഷണറി ആയിട്ട് തീരണം. പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാവരും. കഴിഞ്ഞ ദിവസം നമ്മുടെ മർത്തോമ വിഷൻ ന്യൂസ് കണ്ടു. 26-ാം തീയതി, ലേറ്റസ്റ്റ് ആണ് പറയുന്നത്, അതിൻ്റെ പരസ്യം പറയല്ല. അപ്പം അതിനകത്ത് സ്പെഷ്യൽ ഫീച്ചർ ഉണ്ടായിരുന്നത് പാലക്കാട് ആശ്രമത്തെക്കുറിച്ചായിരുന്നു. ജേക്കബ് ജോൺ അച്ഛനുമായി അച്ഛൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നു. 1924 ആരംഭിച്ച പാലക്കാട് മിഷൻ്റെ 100-ാം വാർഷികമാണ് 2024. അഭിമന്യ തിരുമേനി മലബാറിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. തിരുവിതാംകൂറിന് പുറത്ത് ആരംഭിച്ച മിഷൻ ആയതുകൊണ്ടാണ് വിദേശ മിഷൻ എന്ന് പേരിട്ടത്. ന്യൂയോർക്കിൽ ആരംഭിച്ചതുകൊണ്ടല്ല. അന്ന് മർത്തോമ സഭയുടെ വലിപ്പം അതിൻ്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റം അപ്പുറത്തോട്ടില്ലായിരുന്നു. വടക്കൻ തിരുവിതാംകൂർ മിഷൻ ഫീൽഡിനപ്പുറം ഇല്ലായിരുന്നു. അതുകൊണ്ട് അത് വിദേശ മിഷനായി. ഇപ്പോൾ നമ്മൾ പരിഷ്കരിച്ചു, മാമോദീസ മുക്കി അതിൻ്റെ പേര് ബാഹ്യ കേരള മിഷൻ എന്ന് വിശാലമായ അർത്ഥത്തിലാക്കി. സംഭവം പറയുന്നത് ഇങ്ങനെയാണ്. പാലക്കാട് തേൻകുറിശിക്കാരനായ ദേവദാസ് എന്ന ഹിന്ദു സഹോദരൻ വിദ്യാഭ്യാസമുള്ള ആളാണ്. അന്നത്തെ ജാതി വ്യവസ്ഥ, അയിത്തം, തൊട്ടുകൂടായ്മ, ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ബോധ്യമുള്ള അദ്ദേഹം വടക്കൻ തിരുവിതാംകൂറിലെ സുവിശേഷകനായ MC ഏബ്രഹാമിന് ഒരു കത്തയച്ചു. നിങ്ങളിവിടെ വരെ വരണം, മാർത്തോമ സഭയുടെ മിഷൻ പാലക്കാട്ട് ആരംഭിക്കണം, ഞങ്ങളുടെ ജീവിതത്തിന് വലിയ പരിവർത്തനം ഉണ്ടാകണം, ക്ഷണിച്ചു. MC ഏബ്രഹാം ഉപദേശി തത്തമംഗലത്തുള്ള PK കുര്യൻ എന്ന ആളുമായി ചേർന്നവിടെ പോയി. അത് ഉടനെ തന്നെ മാർത്തോമ സഭയിലെ അന്നത്തെ മെത്രാപ്പൊലീത്ത ഏബ്രഹാം മാർത്തോമ മെത്രാപ്പൊലീത്തയുമായിട്ട് കണ്ട് സംസാരിച്ചു. തിരുമേനിയാണെന്ന് സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ പ്രസിഡന്റ്. ഒരു കമ്മീഷനെ അയച്ചു. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആദ്യത്തെ ടീമിനെ അങ്ങോട്ട് അയക്കുകയാണ്. പ്ലാവുങ്കലച്ചൻ, സുവിശേഷകൻ TI വർഗീസ്, TM തോമസ്, MJ ജോനാഥാൻ. ചിലപ്പോൾ ആരുടെയൊക്കെ കുടുംബാംഗങ്ങളായിരിക്കും, അതുകൊണ്ട് പേരങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ടീം അവിടെ ചെന്ന് പ്രവർത്തനം ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സാമ്പത്തിക പരാധീനത വന്നു. മിഷൻ അടച്ചുപൂട്ടുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോൾ ആ സമിതിയിലുള്ള ഒരു ഷമാശൻ, ജോൺ വർഗീസ് ഷമാശ്, അദ്ദേഹം പറഞ്ഞു, അടച്ചുപൂട്ടാൻ വരട്ടെ, നമുക്കിത് ഒരു പുനർജീവൻ ഉണ്ടാകണം. അന്നേരം അദ്ദേഹം പറഞ്ഞ ഒരു പേരാണ്, ഇതിനെ നമുക്കൊരു വിശ്വാസ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. എന്നുവെച്ചാൽ ദൈവം നടത്തുന്ന പ്രസ്ഥാനം, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് കൊണ്ടുപോകാം. 1924 ആരംഭിച്ച മിഷൻ പ്രവർത്തനം അധികം താമസിയാതെ പൂട്ടിക്കേട്ടതായിട്ട് വന്നപ്പോൾ ജോൺ വർഗീസ് ഷമാശൻ പറഞ്ഞു, നമുക്കിതിനൊരു വിശ്വാസ പ്രസ്ഥാനമായിട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. 1929 ക്രിസ്തുദാസ് ആശ്രമം അവിടെ സ്ഥാപിച്ചു. പിന്നീട് ആശുപത്രി, അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുൻപോട്ട് ഉണ്ട്. ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, മാർത്തോമ സഭ കണ്ടറിഞ്ഞ യേശുവിനെ, കേട്ടറിഞ്ഞ യേശുവിനെ, അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ ആവശ്യമുണ്ട് എന്ന് ഇങ്ങോട്ട് പറയുന്ന ആളുകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അങ്ങോട്ട് ചെന്ന് ഈ യേശു ക്രിസ്തുവിനെ പറഞ്ഞ് പരിചയപ്പെടുത്തിയ സഭയാണ് എന്നോർത്തോണം. ഇന്നിച്ചിരി പരിതാപകരമാണ്, ചെറുകെ പറയട്ടെ, പരിഹരിക്കുവാൻ ആരാണുള്ളത്? പരിതാപകരമായി തീരുന്ന ആശ്രമ പ്രസ്ഥാനങ്ങൾ, പരിതാപകരമായി തീരുന്ന സന്യാസിനി പ്രസ്ഥാനങ്ങൾ, പരിതാപകരമായി തീരുന്ന ദേറ പ്രസ്ഥാനങ്ങളെ പരിഹരിക്കുവാൻ മക്കളെ പ്ലെയിനെ കയറ്റി അയച്ചതിന് ശേഷം
ഇവിടെ വന്ന് മുട്ടുന്മേൽ നിന്ന് പ്രാർത്ഥിച്ചാൽ തിരുമേനി പറയുന്നത് പോലെ ഇതെന്ന് പൂട്ടിക്കെട്ടുമെന്ന് വിചാരിച്ചാൽ മതി. അന്ത്രയോസിനെ പോലെ സധൈര്യം പറയണം, എൻ്റെ സഹോദരൻ പത്രോസ് ഈ യേശുവിൻ്റെ ശിഷ്യനായി തീരണം. ഈ ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ബാലകൻ, ഈ ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥി യുവാവ് യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിതനായി തീരണം. തീരുന്നില്ല. അന്യനാട്ടിലേക്ക് വിദേശത്തേക്ക് കുടിയേറുന്ന ആളുകളെ യേശുവിനേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന വിദേശ സ്വദേശ നാട്ട് ഇന്റർനാഷണൽ മിഷന് വേണ്ടി നിൽക്കുവാൻ ധൈര്യം കാണിക്കേണ്ടവരാണ് മാർത്തോമ സഭ. അതൊരിക്കലും മറന്നു പോകരുത്. അന്ത്രയോസ് എന്ന ഒരു ചെറു ശിഷ്യൻ, മുന്നിൽ നിൽക്കാത്തവൻ, അധികം വാക്സാമർഥ്യമില്ലാത്തവൻ, എന്നാൽ തന്നെ സ്വാധീനിച്ച യോഹന്നാൻ സ്നാപകനെ മറക്കാത്തവനും തനിക്ക് എന്നോ ഒരു പുതിയ സ്വാധീനമായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്നവനും ആണ്. നമ്മുടെ സ്വാധീനം ആരിലേക്കെല്ലാം പോയിട്ടുണ്ട് പ്രിയമുള്ളവരെ? നമ്മുടെ സ്വാധീനം നമ്മുടെ വീട്ടിൽ എവിടെ എത്തുന്നു? ഭർത്താവിന് ഭാര്യയുടെ അടുക്കലും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അടുക്കലും അവർക്ക് മക്കളുടെ അടുക്കലുമുള്ള സാക്ഷ്യം എന്താണ്? നമ്മുടെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ്. 2, സഹവാസം. ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കണം. വഴി എഴുതി വഴി യാത്ര ചെയ്ത് യേശുവിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്ത് ആരാണെന്നറിഞ്ഞ് യേശുവിനോടൊപ്പം സഹവസിക്കുക. യേശുവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കണം. കൂടെ വസിക്കുമ്പോഴാണ് യേശുവിനെ തിരിച്ചറിയാനായി നമുക്ക് വന്ന് കാണുക. 3ാമതായി പറഞ്ഞത്, അവൻ്റെ സവിധേ ക്ലോസ് ടു ഹിം. അകലെ നിന്ന് അമ്പിളി അമ്മാവനെ കാണുന്നത് പോലെ അല്ല യേശുവിനെ. ക്ലോസ് ടു ജീസസ്. യേശുവിനെ അടുത്ത് കാണുമ്പോൾ ഇത്ര വലിയവനാണോ, ഇത്ര ഉന്നതനാണോ യേശു? ഞാൻ എത്ര ചെറുതാണ്. ഒരു കവി പാടിയിട്ടുണ്ട്, ഇത്ര ചെറുതാകുവാൻ ഞാൻ എത്ര വളരണം ഇനി. അങ്ങനെ അവൻ്റെ സവിധത്തിൽ വരുവാൻ. 4ാമത്തെ ചിന്ത, സജീവ പ്രേക്ഷിതനായിട്ട് തീരുക. എവിടെയാണ്? എൻ്റെ വീട്ടിൽ, എൻ്റെ നാട്ടിൽ, എവിടെയെല്ലാം ആളുകളുണ്ടോ, വ്യത്യസ്ത സംസ്കാരങ്ങളുള്ളവർ, അവരുടെ മധ്യത്തിലേക്ക് യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ടാസ്ക്കാണ് മിഷൻ, ടൂറല്ല മിഷൻ. ഇന്ന് നമുക്കെല്ലാം ടൂറിൻ്റെ ഇപ്പുറത്ത് സ്നാനപ്പെടുത്തിയ വാക്കിടും, മിഷൻ ടൂർ. അത് ശാന്തിഗിരി ആശ്രമത്തിലൂടെ പോയി നമ്മൾ അവിടെയുള്ള എൻ്റെ പേരങ്ങ് മറന്ന് വാട്ടർ തീം പാർക്കിൽ പോവുകയാണ്. മിഷൻ എന്ന് പറഞ്ഞാൽ ശാന്തിഗിരി പോയി രാവിലെ ഇഡലിയും കടലയും ഏത്തയ്ക്ക പുഴുങ്ങിയതും കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ്, വാഷ്റൂം ഉപയോഗിച്ചു. ഇതാണ് മിഷൻ. പിന്നീട് 11 മണി തൊട്ട് 5 മണി വരെ അവിടെ വെള്ളത്തിൽ വാട്ടർ തീം പാർക്കിൽ കളിച്ചു, കുളിച്ചു, തിരിച്ചു പോന്നു. വി ഹാവ് ടു ടേക്ക് ദ ടാസ്ക്, ദ മിഷൻ ടാസ്ക്. യേശുവിനോട് കൂടെ വെറുതെ ടൂറിന് പോവുകയല്ല. ഹോളി ലാൻഡിൽ 1 പോയി 2 പോയി, ഇനി ഒന്നുകൂടെ പോകണം കർത്താവ് അവസരം തരുവാണെങ്കിൽ. നിർവൃതി അടയാൻ എല്ലായിടത്തും കയറിയില്ല. ഇതല്ല മിഷൻ. എൻ്റെ വീട്ടിൽ, എൻ്റെ നാട്ടിൽ, ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന വലിയ ലോകത്തിൽ ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കും.